I hope that you can see it. See the slide. If it is not visible, yeah, it is visible there. So just to, okay, somebody is coming. Okay, idea Madhu. Okay, I hope this slide is yeah, you can see the slide. Okay, in the last classes we were discussing about the process of communication, or the factors, the steps involved in communication. And then we have seen the importance of communication. Okay, now in this class we'll be seeing the objectives of communication. So what are the main objectives of communication? It's for what we communicate. That's what we will discuss in our class today. Okay, കഴിഞ്ഞ ദിവസങ്ങളിൽ ആദ്യത്തെ മൊഡ്യൂളിലെ 4 കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഇപ്പൊ മീനിങ്, ഇമ്പോർട്ടൻസ്, കോമ്പണൻസ്, പ്രോസസ്, ഇതെല്ലാം. അതർവൈസ് നമുക്ക് ഇതെല്ലാം കൂടെ ചേർന്നിട്ട് 3 ആയിട്ട് പറയാം. ഇന്ന് ആദ്യത്തെ മൊഡ്യൂളിലെ 1-ാം മൊഡ്യൂളിലെ 1-ാമത്തെ പോയിന്റിലെ ലാസ്റ്റ് ഭാഗമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. സോ വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ? ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ അർത്ഥമാക്കുന്നത്? സോ വാട്ട് ഡു യു മീൻ ബൈ ഒബ്ജക്റ്റീവ്? എന്താണ് ഒരു എന്താണ് നമ്മൾ ഒബ്ജക്റ്റീവിനെ എന്താണ് നമ്മൾ പറയുന്നത്? എന്തിനു വേണ്ടിയാണ് നമ്മൾ ഒരു പ്രവൃത്തി ചെയ്യുന്നത്? അതാണ് ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞത്. സോ ഫോർ എക്സാമ്പിൾ, നമ്മളൊരു അമ്പ് ചെയ്യുന്നു. സോ യു ആർ ആരോയിങ് ഓർ ബോയിങ്, ദെൻ യു ഹാവ് ആൻ ഒബ്ജക്റ്റീവ് ഫോർ അണ്ടർടേക്കിംഗ് ദിസ് പർട്ടിക്കുലർ ആക്ടിവിറ്റി. നമ്മളിപ്പോ ചെയ്യുന്ന ഈ പ്രവൃത്തി അല്ല പ്രധാനം, ഈ പ്രവൃത്തിയിലൂടെ ഉദ്ദേശിക്കുന്ന ലക്ഷ്യം, അതാണ് പ്രധാനപ്പെട്ടത്. അപ്പൊ കമ്മ്യൂണിക്കേഷൻ, നമ്മൾ ആശയവിനിമയം നടത്തുന്നെങ്കിൽ അതിനൊരു ലക്ഷ്യമുണ്ട്. അപ്പൊ ആ ലക്ഷ്യങ്ങൾ എന്തെല്ലാമാണെന്നാണ് നമ്മളിപ്പോ കാണുന്നത്. നമ്മൾ അമ്പ ചെയ്യുമ്പോൾ അതിന്റെ പിന്നിലുള്ള ലക്ഷ്യം എന്ന് പറഞ്ഞാൽ, എനിക്ക് ഒരുപക്ഷെ മാവിൽ കിടക്കുന്ന ഒരു മാങ്ങ വീഴ്ത്തുക എന്നുള്ളതായിരിക്കും, അല്ലെ ഒരു പക്ഷിയെ വീഴ്ത്തുക എന്നുള്ളതായിരിക്കാം. സോ ഒബ്ജക്റ്റീവ് ഈസ് ദ എൻഡ് റിസൾട്ട് ഫോർ വിച്ച് ഐ ആം ഡൂയിങ് ആൻ ആക്ടിവിറ്റി. അതാണ് ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ. എന്തിനു വേണ്ടിയാണോ, ഓർ അതർവൈസ് വി ക്യാൻ സേ ദിസ് ഈസ് ദ പർപ്പസ് വിത്ത് വിച്ച് we undertake an activity. The main purpose of an activity is called an objective. അപ്പോൾ എന്ത് കാര്യം ഉദ്ദേശിച്ചാണോ നമ്മൾ ഒരു പ്രവൃത്തി നടത്തുന്നത്, ആ പ്രവൃത്തിക്കാണ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. Now the activity is you are communicating. So it's for what you are communicating. So the objective behind communication is what? So that is what is discussed in this particular class. Okay, നമ്മളൊരു പ്രവൃത്തി ചെയ്യുന്നതിന്റെ പിന്നിലുള്ള കാര്യങ്ങൾ എന്തെല്ലാമാണ്, കമ്മ്യൂണിക്കേഷന്റെ യഥാർത്ഥത്തിലുള്ള ലക്ഷ്യങ്ങൾ എന്തെല്ലാമാണ്, ആശയവിനിമയത്തിന്റെ ലക്ഷ്യങ്ങൾ, അതാണ് നമ്മൾ ഈ ക്ലാസ്സിൽ കാണുന്നത്. ഓക്കെ, അപ്പോ നമ്മൾ ഇതിനെ ബ്രോഡായിട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര മാത്രമേ ഉള്ളൂ. ദ ബ്രോഡ് ഒബ്ജക്റ്റീവ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഈസ് ട്രാൻസ്മിറ്റിംഗ് ദ മെസ്സേജ് വിത്ത് മീനിങ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്. അതാണ് ബ്രോഡ് ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ. നമുക്ക് പറയാനുള്ള ഒരു ആശയം അതിന്റെ അർത്ഥത്തോടുകൂടെ മനസ്സിലാക്കുന്ന രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറയുന്നത്. പക്ഷേ അല്ലാതെ ഇതിന്റെ പല ഉദ്ദേശങ്ങൾ നമ്മൾ എടുത്തു കഴിയുമ്പോൾ we see that there are 9 objectives for communication. So you are communicating for giving information, or giving advice, giving suggestion, or giving order, or educating somebody, or motivating your people, or persuading the employees, or negotiating with a company, or warning somebody. So there are different objectives for communication. You are communicating with a purpose, with any of this purpose in your mind. ഇതിൽ ഏതെങ്കിലും സാധ്യമാക്കാനാണ്, ഈ 9 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞതിൽ ഏതെങ്കിലും സാധ്യമാക്കാൻ വേണ്ടിയാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇനി ഓരോന്നിനെ നമുക്ക് എടുത്ത് നോക്കാം. ഓരോന്നും എന്താണ്? ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കമ്മ്യൂണിക്കേഷന്റെ പ്രധാനപ്പെട്ട ഒരു ഒബ്ജക്റ്റീവാണ് ഇൻഫർമേഷൻ കൊടുക്കുക, വിവരം കൈമാറുക എന്നുള്ളത്. ഓക്കെ, സോ വാട്ട് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? How is it different from a data?
Information in a minimum word or in a simple sense, we can say information is a processed data. പ്രോസസ് ചെയ്യപ്പെട്ട ഡേറ്റയ്ക്ക് നമ്മൾ പറയുന്ന പേരാണ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അതെങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? എന്താണ് പ്രോസസ് ഡേറ്റ, എന്താണ് ഡേറ്റ എന്ന് പറഞ്ഞു? ഡേറ്റ എന്ന് പറഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ ക്ലാസ്സിൽ ഇപ്പൊ ചോദിക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാർ എന്താണ് എന്ന് ചോദിക്കുകയാണ്. സോ സം ഓഫ് യു ആർ സെയിങ് ദാറ്റ് ഐ ആം വെരി മച്ച് fond of Tata cars because they are highly ethical in their behaviors and in their activities. But Tata എന്ന് പറയുന്നു. And some of you say that this is very economic and therefore I am fond of economic cars and therefore I like Maruti cars. ചിലര് പറയുന്നു അതിന്റെ എലഗൻസ് കൊണ്ട് എനിക്ക് കൂടുതലായിട്ട് ഇഷ്ടം ടയോട്ടയാണ്, ചിലർ പറഞ്ഞു ഫോർഡാന്ന് പറയും. അപ്പോ 30 പേരുള്ള ഒരു ക്ലാസ്സിൽ പലരും പല അഭിപ്രായങ്ങൾ പറയുന്നു. ഒന്നാമത്തെ ആള് ടാറ്റ എന്ന് പറയുന്നു, രണ്ടാമത്തെ ആള് ഫോർഡ് എന്ന് പറയുന്നു, മൂന്നാമത്തെ ആള് വീണ്ടും ടാറ്റ എന്ന് പറയുന്നു, നാലാമത്തെ ആള് മാരുതി എന്ന് പറയുന്നു. അപ്പൊ അങ്ങനെയുള്ള റെസ്പോൺസിനെ എല്ലാം കൂടെ നമ്മൾ പറയുന്നതാണ് ഡേറ്റ എന്ന് പറയുന്നത്. അപ്പൊ യു ഹാവ് ഒബ്റ്റെയിൻഡ് സം കൈൻഡ് ഓഫ് ഫീഡ്ബാക്ക് ഫ്രം ദ പീപ്പിൾ. അപ്പൊ പലരും പലതരത്തിൽ, ഇപ്പൊ സോ ഇറ്റ്സ് നോട്ട്, വി കനോട്ട് demonstrate that by drawing some pictures or something, like it's not possible now, and then therefore you have to keenly attend and then only you can understand. So you may be studying it in your mathematics or mathematical classes, but statistical classes, but it's more, I think, related to marketing or related to business communication. We are seeing it from a different point of view. അപ്പോൾ ഈ എന്താ ഡേറ്റ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. അപ്പൊ ഓരോരുത്തരുടെയും ഓരോ ഇതാണ്. ഇനി അതെങ്ങനെ ഇൻഫർമേഷൻ ആകുന്നത്? നമ്മൾ കിട്ടിയിരിക്കുന്ന ഈ റെസ്പോൺസിനെ നമ്മൾ അതിനെ പ്രോസസ് ചെയ്യുകയാണ്. അപ്പൊ നമ്മൾ എങ്ങനെ എഴുതുന്നു? ഓരോന്നായിട്ട് എഴുതുന്നു. ടാറ്റ കാർസ് ഇഷ്ടപ്പെടുന്നവർ എത്ര എന്നിട്ട് എഴുതിയതിനു ശേഷം നമ്മൾ എണ്ണം എടുക്കുന്നു. താഴെ പറയുന്നു 60 പേരുടെ ഒരു ക്ലാസ്സിൽ 12 പേർ ടാറ്റ കാർസ് ഇഷ്ടപ്പെടുന്നു. ദാറ്റ് ഈസ് ആൻ ഇൻഫർമേഷൻ because the data is processed and then you are getting an information that out of 60 students in the class, 12 persons like Tata cars, and you say, and the other result is 25 persons like Maruti cars. So that is an information. So it is valuable for the company. ഓക്കെ, അതുകൊണ്ടാണ് ഈ ഒന്നാമത്തെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷനിൽ ഇൻഫർമേഷൻ കൊടുക്കുകയാണ്. അപ്പോൾ ഇൻഫർമേഷൻ എന്തുകൊണ്ട് ഇമ്പോർട്ടന്റ് ആവുന്നു? ബിക്കോസ് ഇൻ all the companies, all the organizations, managers need complete, accurate and precise information. So 3 things are important there. Managers need complete, accurate and precise information. For what? For planning and organizing. So they need information regarding the product, regarding the source of credit, availability of raw materials, rules and regulations of the government, so about the media. So lot of informations are needed. Information is needed for a company manager, and then the information should be complete, accurate and precise. So for receiving and for giving information, you are communicating. So one of the objective of communication is information. Now second is advice. So what do you mean by advice? Advice is a personal opinion about what, when, how and where of a particular job or task with a view to change the opinion of the receiver. Okay, so the main purpose of advice is changing the opinion of the receiver. അപ്പോൾ ഒരാളുടെ ഇപ്പോഴുള്ള ഒരു ബോധ്യത്തെ മാറ്റിയെടുക്കുക, അതിനുവേണ്ടി നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. അഡ്വൈസ് കമ്മ്യൂണിക്കേഷന്റെ പ്രധാനപ്പെട്ട ഒരു ഒബ്ജക്റ്റീവാണ്. സോ ഒരാളുടെ മനസ്ഥിതിയിൽ മാറ്റങ്ങൾ വരുത്താൻ വേണ്ടി, അല്ലെങ്കിൽ ഒരാൾക്ക് ഇപ്പോഴുള്ള ധാരണകളെ മാറ്റാൻ വേണ്ടി അഡ്വൈസ് ആവശ്യമായിട്ട് വരുന്നു. സോ വാട്ട് ആർ ദ നീഡ്സ് ഓഫ് അഡ്വൈസ്? Because advice is needed for an organization, because however competent a businessman may be, he cannot have specialized knowledge of all branches like finance, taxation,
engineering, PR, etc. So it's not possible for a man to get all the information, all the knowledge, and therefore he or she has to seek advice from outside relating to some matters. And then, so for receiving and giving advice, communication is used. അപ്പൊ കമ്മ്യൂണിക്കേഷന്റെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഉപദേശങ്ങൾ കൊടുക്കാൻ വേണ്ടിയാണ്. ഉപദേശങ്ങൾ കമ്പനിക്ക് പുറത്തുനിന്ന് എക്സ്പെർട്ട് ആയിട്ടുള്ള ആളുകളിൽ നിന്ന് വേണം. അതുപോലെ തന്നെ നമ്മൾ കമ്പനിയിലുള്ള ആൾക്കാർക്ക് അഡ്വൈസ് കൊടുക്കുന്നു. അപ്പൊ അതിനുവേണ്ടി കമ്മ്യൂണിക്കേഷന് ഉപയോഗിക്കുന്നു. അപ്പൊ രണ്ടാമത്തെ പ്രധാന ലക്ഷ്യം എന്ന് പറഞ്ഞാൽ അഡ്വൈസ് ആണ്. ടു പ്രൊവൈഡ് അഡ്വൈസ് ഇസ് ദ സെക്കൻഡ് മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. മൂന്നാമത്തെ എന്താണ്? മൂന്നാമത്തെ എന്ന് പറഞ്ഞാൽ സജഷൻ ആണ്. സജഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? It is a proposal by the subordinate to the higher authorities indicating change required in existing procedure matters. So while you read it, and you hear it, while you attend the online classes, it may be you think that it is something like a very hard thing for you to comprehend or understand. But by and by you will clearly understand this, because ഡെഫിനിഷൻ അത്ര തന്നെ നിങ്ങൾ ഓവറായിട്ട് ശ്രദ്ധിക്കേണ്ടതില്ല. അതിന്റെ പ്രധാനപ്പെട്ട കണ്ടന്റ് എന്താണ് നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പൊ സജഷൻ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ സബോർഡിനേറ്റിൽ നിന്ന് മുകളിലേക്ക് സുപ്പീരിയറിലേക്ക് വരുന്ന ഒരു നിർദ്ദേശമാണ്, അല്ലെങ്കിൽ ഒരു പ്രപ്പോസലാണ്. അതിനെയാണ് നമ്മൾ സജഷൻ എന്ന് പറയുന്നത്. അപ്പോൾ താഴെ തട്ടിൽ നിന്ന് മുകളിലേക്കാണ് സജഷൻസ് ധാരാളം വരുന്നത്. പ്രപ്പോസൽ എന്തിനു വേണ്ടിയാണ്? സോ അത് നിങ്ങൾ നോക്കുക, സബോർഡിനേറ്റ് ടു ഹയർ അതോറിറ്റീസ് ഇൻഡിക്കേറ്റിംഗ് ചേഞ്ച് റിക്വയർഡ് ഇൻ എക്സിസ്റ്റിംഗ് പ്രൊസീജിയർ മാറ്റേഴ്സ്. ഇപ്പൊ നിലവിലുള്ള ചില കാര്യങ്ങളിൽ മാറ്റങ്ങൾ വന്നാൽ നല്ലതായിരിക്കും എന്ന് നമ്മൾ പറയുന്ന അഭിപ്രായമാണ് സജഷൻ എന്ന് പറയുന്നത്. സോ എന്താണ് ഈ സജഷന്റെ അഡ്വാൻറ്റേജ് എന്താണ്? സോ വൈ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്, ഇറ്റ് ബിക്കംസ് ആൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. എന്തുകൊണ്ടാണ് അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാറുന്നതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്രയാണ്. When suggestions are welcomed in a company, it fosters a feeling of contribution. A participative management feeling will increase in the organization. ഇപ്പൊ നമ്മൾ പറയുന്ന ഒരു സജഷന് അതോറിറ്റീസ് വെൽക്കം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ഇതിന്റെ മാനേജീരിയൽ ഫങ്ഷനിൽ പങ്കുചേരുന്നു എന്ന ഫീലിംഗ് ഉണ്ടാവും. സോ വാട്ട് ഈസ് ദ റിസൾട്ട്? നൗ there is a cordial atmosphere is built. ഒരു സൗഹൃദ ബന്ധം അവിടെ ഉണ്ടാകുക. ദെൻ സബോർഡിനേറ്റ്സ് കുഡ് ബി മോർ ക്രിയേറ്റീവ്. അപ്പോ പറയുന്ന ആശയങ്ങൾ വെൽക്കം ചെയ്യുന്നു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ ക്രിയേറ്റീവ് ആകും, കൂടുതൽ നല്ല ആശയങ്ങൾ കൊണ്ടുവരും. സോ ജോബ് സാറ്റിസ്ഫാക്ഷൻ ഇൻക്രീസസ്. സോ ബിക്കോസ് ദി സജഷൻ ഓഫ് എ സബോർഡിനേറ്റ് ഈസ് വെൽക്കംഡ് ബൈ ദ സുപ്പീരിയർ, the satisfaction level of the employee will increase. Then management, then another thing is management will come to know the grievances of the employees. അപ്പൊ എന്തെല്ലാമാണ് ഈ എംപ്ലോയീസിന്റെ പരാതികൾ, അല്ലെങ്കിൽ അവരുടെ ബുദ്ധിമുട്ടുകൾ, അവരുടെ വിഷമങ്ങൾ എന്നുള്ളത് അറിയാനുള്ള മാർഗം കൂടിയാണ്. ഇപ്പൊ സജഷൻ കമ്മ്യൂണിക്കേഷന്റെ പ്രധാനപ്പെട്ട ഒരു ഒബ്ജക്റ്റീവാണ്. സോ ഐ കമ്മ്യൂണിക്കേറ്റ് ഫോർ what giving information, providing advice and giving suggestions. അപ്പൊ ഇതാണ് ആദ്യത്തെ മൂന്ന് പ്രധാനപ്പെട്ട കമ്മ്യൂണിക്കേഷന്റെ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ആകെ 9 എണ്ണം ഉണ്ട്, അതിൽ 3 എണ്ണം ഇതെല്ലാമാണ്. നോക്കുക, അതിന്റെ the picturized view of what we have already said. Suggestion is my idea is okay, suggest ചെയ്യുന്നു. So you are advising advising your colleagues, or the parents are advising the children. So adellam ee communication de or objective on information. You are announcing some important news to the entire people, and you are using a microphone or something like that. Okay, so idana communication de ആദ്യത്തെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. So now we move on to another group of objectives, that is this is order. കമ്മ്യൂണിക്കേഷന്റെ അടുത്ത ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഓർഡർ നൽകുകയാണ്, ഓർഡർ ചെയ്യുന്നത്. എന്താണ് ഓർഡർ എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് എ കമാൻഡ്. സോ ഓർഡർ ഈസ് ഡിഫറെന്റ് ഫ്രം സജഷൻ. യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ്.
suggestion is coming from the subordinate to a superior. Now this is order is coming from the superior to the subordinate, and it is a command or directive issued by the management to the subordinate in authoritative manner. So here it's, since we are seeing it as a part of business communication, we say this is order from management to subordinate, but commonly this is from superior to subordinate, or that is really an order is. Okay, so so order could be given in two ways, either in written form or orally you can give. If some immediate matter is there, so there is no time for writing, and then you will command immediately. Like you see some people, say for example, as a college, you see the principal is seeing that a student is smoking inside the campus. So suddenly he will give an order like, do not smoke here, do not smoke here. So that is a command or directive. So for what? In a subordinate management is giving it in authoritative manner, then specifying to do or restrain from doing some course of action. അപ്പോൾ ഒരു കാര്യം ചെയ്യുന്നതിൽ നിന്ന് മാറാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ for example, somebody is coming late, and then the principal is telling, if you come late tomorrow, your attendance will be cancelled, or you won't be getting the attendance. So either to do or restrain from an action. അതിനു വേണ്ടിയാണ് ഓർഡർ നൽകുന്നതെന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അത് കമ്മ്യൂണിക്കേഷന്റെ അടുത്ത ഒരു പർപ്പസ് ആണ് ഓർഡർ നൽകുക എന്ന് പറഞ്ഞു. The next one is the fifth important objective of communication is motivating. എന്താണ് മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ? It is the process of inducing people to work hard. അപ്പൊ ഇൻഡ്യൂസ്മെന്റ് ആണ് ശരിക്കും മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ. Why do we motivate a people, a person? മോട്ടിവേറ്റ് ചെയ്യുന്നതിന്റെ പ്രധാന കാരണം എന്താന്ന് വെച്ചാൽ, see, like in every human being there are positive and negative energies. So many kinds of energies are there in the human being, positive energy and negative energy. So in order to enkindle the positive energy in a person, you persuade, or this is, otherwise we say it's an act of giving someone a reason for doing something. ഒരു കാര്യം ചെയ്യുന്നതിന് നമ്മളൊരു റീസൺ കൊടുക്കുകയാണ്, അതാണ് ഒരു മോട്ടിവേഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ ഉദാഹരണത്തിന് നീ 12th അല്ലെങ്കിൽ +2 ഹൈ മാർക്ക് വാങ്ങിച്ചാല് നിനക്ക് ഒരു സ്കൂട്ടർ വാങ്ങിച്ചു തരും. അപ്പൊ ഇങ്ങനെ പറയുമ്പോൾ there's a providing a reason for doing something. അല്ലെങ്കിൽ അങ്ങനെ അതിന് നമ്മൾ പോസിറ്റീവ് ആയിട്ടുള്ള എനർജി നമ്മൾ ബൂസ്റ്റ് ചെയ്യുകയാണ്. അതാണ് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. എന്താണ് ഈ കമ്പനികളിൽ ഇതിന്റെ പ്രാധാന്യം എന്താണ്? കാരണം എന്താ വെച്ചാൽ ഇത് മാത്രമേ ഉള്ളൂ. സോ ഇൻ ഓർഡർ ടു ഇൻക്രീസ് ദ എഫിഷ്യൻസി ഓഫ് ദ പീപ്പിൾ, യു ഹാവ് ടു കണ്ടിന്യൂസ്ലി മോട്ടിവേറ്റ് ദ പീപ്പിൾ, ദ എംപ്ലോയീസ് ദെയർ. ദ എഫക്ട് എന്താണ്? ഇറ്റ് ഈസ് ഡൺ ടു മേക്ക് ദ എംപ്ലോയീസ് ഫീൽ വിത്ത് ദ ഓർഗനൈസേഷൻ. ഓർഗനൈസേഷനോട് ഒത്ത് ചിന്തിക്കാൻ വേണ്ടിയുള്ള ശക്തമായ പ്രേരണകൾ കണ്ടിന്യൂസ് ആയിട്ട് കൊടുത്തുകൊണ്ടിരിക്കണം. So then the end result is, so a harmonious and healthier relationship will prevail in the organization. So motivation ഈ കമ്മ്യൂണിക്കേഷന്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമായിട്ട് മാറും. സോ അത് കമ്പനികളിൽ മാത്രമല്ല, നമ്മുടെ വീട്ടിലാണെങ്കിലും പുറത്താണെങ്കിലും എല്ലായിടത്തും അതാണ്. നമ്മുടെ കുട്ടികളെ നമ്മളിപ്പോ ഓർക്കുക, ചെറിയ പിള്ളേരാണെ പോലും അവർക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് മടിയായിട്ടുള്ള പിള്ളേരാണ്. So you have to induce, you have to motivate. So continuous motivation and inducements are important there. അപ്പൊ മോട്ടിവേഷൻ ആണ് യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൽ വലിയ കാര്യങ്ങൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി നമ്മളെ പ്രേരിപ്പിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് മോട്ടിവേഷൻ കമ്മ്യൂണിക്കേഷന്റെ പ്രധാനപ്പെട്ട ഒരു ഒബ്ജക്റ്റീവായിട്ട് മാറുന്നു. Then next is warning. What is warning? Warning, and what is the difference between warning and then order? Warning ന്റെ വ്യത്യാസം എന്താണ്? It is informing about the unpleasant consequences if certain action or attitude is not changed. അതാണ് വാണിങ്ങിന്റെ എന്ന് പറഞ്ഞാൽ. ഇതൊരു വാണിങ്ങിന്റെ മലയാളം താക്കീതാണ്. ഓർഡർ എന്ന് പറഞ്ഞാൽ ഓർഡർ
പാലിക്കപ്പെടേണ്ടത്. ഓർഡർ പാലിച്ചില്ലെങ്കിൽ പണിഷ്മെന്റ് ഉണ്ട്. വാണിങ്ങിന് പണിഷ്മെന്റ് ഇല്ല. വാണിങ്ങിന് നമ്മൾ താക്കീത് നൽകുന്നു, അതിനുശേഷം പിന്നീട് സംഭവിക്കുന്നത് അതിന് പണിഷ്മെന്റ് ഇല്ല എന്നുള്ളതാണ്. ഓക്കെ, സോ ഇറ്റ് ഈസ് ഇൻഫോമിങ് അബൌട്ട് ആൻ അൺപ്ലസന്റ് കോൺസിക്വൻസസ് ഇഫ് certain ആക്ഷൻ ഈസ് നോട്ട് ചേഞ്ച്. അതാണ്. സോ എപ്പോഴാണ് ദിസ് ഈസ് നീഡഡ് വെൻ മിസ്ഹാൻഡ്ലിംഗ് ഓഫ് മെഷീനറി or some misbehavior are there, the violation of regulation, rules and regulation is there. അപ്പോൾ അതെല്ലാം നമ്മൾ ഈ വാണിംഗ് നമ്മൾ കൊടുക്കുന്നു. സോ വാണിംഗ് കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യം എന്താണ്? സോ വാണിംഗ്സ് ഷുഡ് ബി ഗിവൺ ജനറലി, അല്ലെങ്കിൽ or otherwise you can give personally also, but should not give warning in front of a general audience to a particular person. അത് പ്രധാനപ്പെട്ടതാണ്. അങ്ങനെയും കൊടുക്കാം, പക്ഷേ ആളുകളെ ഹ്യൂമിലിയേറ്റ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ കൊടുക്കാതിരിക്കുക. അതും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അപ്പൊ പേഴ്സണലായിട്ട് വാണിംഗ് കൊടുക്കുമ്പം പക്ഷെ ഒരു വലിയ ഓഡിയൻസിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് ആളെ ഹ്യൂമിലിയേറ്റ് ചെയ്യുന്ന രീതിയിൽ കൊടുക്കരുത്. അത് മാത്രമാണ്. പക്ഷെ ജനറൽ വാണിംഗ് കൊടുക്കാം, ജനറൽ ആയിട്ടുള്ള വാണിംഗ് കൊടുക്കാം. ഓക്കെ, സോ വെൻ ഗിവിംഗ് വാണിംഗ് ദിസ് ഒബ്ജക്റ്റീവ് ഇവാലുവേഷൻ ഷുഡ് ബി നീഡഡ്. ഡോണ്ട് ഡു ഇറ്റ് ഔട്ട് ഓഫ് പേഴ്സണൽ പ്രിജുഡീസ്. ഒരു വ്യക്തിപരമായിട്ടുള്ള ഒരു പ്രിജുഡീസിന്റെ അല്ലെങ്കിൽ മുൻവിധിയുടെ ഭാഗമായിട്ട് ഒരിക്കലും വാണിംഗ് കൊടുക്കാതിരിക്കുക. സോ ദെൻ അതർ പേഴ്സൺ ഷുഡ് ബി ഗിവൺ റീസണബിൾ ഓപ്പർച്യൂണിറ്റി ഓൾസോ. സോ നമ്മൾ ചിലപ്പോൾ തെറ്റിദ്ധാരണകളുടെ പേരിൽ വാണിംഗുകൾ, താക്കീതുകൾ നൽകാം. ചില ഓർഗനൈസേഷനൊക്കെ അങ്ങനെ കാണാം, താക്കീതുകൾ നൽകാം. പക്ഷേ അപ്പുറത്തെ സൈഡിലെയും കൂടെ നമ്മൾ കേൾക്കേണ്ടിയിരിക്കും. അപ്പൊ ഇതാണ് ഈ വാണിംഗിന്റെ പ്രത്യേകതകൾ എന്ന് പറഞ്ഞാൽ. അപ്പൊ വാണിംഗും കമ്മ്യൂണിക്കേഷന്റെ പ്രധാനപ്പെട്ട ഒരു ഒബ്ജക്റ്റീവ് ആയിട്ട് മാറുന്നു എന്നുള്ള കാര്യം ഓർക്കുക. Okay, so this is picturized, and see this is the difference between ordering, warning and motivating. So warning is like see a parent is a mother is giving warning to her children or child through using a phone. So ഏതെങ്കിലും പെട്ടെന്ന് ക്ലാസ്സിൽ അവിടെ അലഞ്ഞു തിരിഞ്ഞ് നടക്കാതെ നീ ഇവിടെ വീട്ടിൽ വരണം എന്നൊരു സ്റ്റുഡന്റിനോട് പറയാണ്. വന്നില്ലെങ്കിൽ നീ ലേറ്റ് ആയി കഴിഞ്ഞാൽ ഓർക്കുക രാത്രിയാണ്, ലേറ്റ് ആയി കഴിഞ്ഞാൽ ഓർക്കുക രാത്രിയാണ്, അപ്പം എന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കുന്നതാണ് വാണിംഗ് എന്ന് പറയുന്നത്. ഓർഡർ എന്ന് പറഞ്ഞാൽ ഈസ് എ മിലിറ്ററി ഓഫീസർ ഈസ് ഗിവിംഗ് ആൻ ഓർഡർ ടു ദി സബോർഡിനേറ്റ്. ആൻഡ് ദെൻ മോട്ടിവേറ്റിംഗ്. ദ ഡിഫറൻസ്, ദ പിക്ചർ ഇറ്റ് സെൽഫ് ഈസ് വെൽ ഇനഫ് ഫോർ providing the difference between this each activity. ഓരോ ഒബ്ജക്റ്റീവിന്റെയും വ്യത്യാസം ഈ പിക്ചർ തന്നെ നമുക്ക് പ്രൊവൈഡ് ചെയ്ത് തരും. ഓക്കെ, then we move on to the last category, means we have seen the 6 objectives. Now the rest 3 other objectives, so we move on to that. Okay, ഏഴാമത്തെ പ്രധാന ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ നെഗോസിയേഷൻ ആണ്. എന്താണ് നെഗോസിയേഷൻ എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് ആൻ ആക്ട് ഓഫ് ഡിസ്കഷൻ. ഒരു ഡിസ്കഷൻ ആണ്. Forward to find mutually acceptable agreement regarding a proposal or a specific problem. ഒരു പ്രശ്നത്തെ കുറിച്ച് മ്യൂച്വൽ ആയിട്ടുള്ള ഒരു എഗ്രിമെന്റിൽ എത്തുന്നതാണ്. ഫോർ എക്സാമ്പിൾ, you want some 60 pieces of the laptop or desktops in a company, and then the other side, the persons who are providing you the desktops is there. So now we want to make an understanding. The price quoted by them is high, and then we have to come in between like a reasonable price. So you negotiate. അപ്പൊ ഒബ്ജക്റ്റീവ് കമ്മ്യൂണിക്കേഷന്റെ ഒരു ഒബ്ജക്റ്റീവ് ആണ് നെഗോസിയേഷൻ എന്ന് പറയുന്നത്. നെഗോസിയേഷൻ പലതരത്തിലുണ്ട്, അത് ഇമ്പോർട്ടന്റ് ആണ്. പലതരത്തിലുള്ള നെഗോസിയേഷൻ ഉണ്ട്. പ്രധാനമായിട്ടും 4 തരത്തിലാണ് നെഗോസിയേഷൻ ഉള്ളത്. അപ്പോ നെഗോസിയേഷൻ നടത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ. ഒന്നാമത്തത് ബാർഗെയിനിങ് ഓറിയന്റേഷൻ എന്ന് പറയും. ബാർഗെയിനിങ് ഓറിയന്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹിയർ വൺ പാർട്ടി ഫോഴ്സസ് ദ അതർ പേഴ്സൺ ഫോർ എ സ്പെസിഫിക് ഔട്ട്കം. ഇപ്പൊ രണ്ടുപേരും ഒരുമിച്ചിരിക്കുമ്പോഴത്തേനും ഒരാളുടെ ആശയത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി മറ്റേ ആളെ ഫോഴ്സ് ചെയ്യാണ്. സോ വാട്ട് ഹാപ്പൻസ് ഈസ് ഹിയർ വൺ പാർട്ടി വിൻസ് and the other party is defeated. Now the end is relation is broken. Negotiation ഉണ്ട്,
പക്ഷെ ഒരാൾ കമ്പൽ ചെയ്യുകയാണ്, മറ്റേ ആളെ കമ്പൽ ചെയ്തിട്ട് അതിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പൊ അങ്ങനെ വരുന്ന ഇതിനെയാണ് നമ്മൾ ബാർഗൈനിങ് ഓറിയന്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ. രണ്ടാമത്തെ, ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പം നമ്മുടെ വീട്ടിൽ ഒരു സാധനം വിൽക്കാനായിട്ട് വരുന്ന ഒരാളാണ്. അപ്പൊ അയാള് ഒരു ഫോർ എക്സാമ്പിൾ ഒരു ബെഡ്ഷീറ്റിന് 600 രൂപ വില പറഞ്ഞു. നമ്മൾ പറയുന്നു 250 രൂപ എന്ന് നമ്മൾ പറയുന്നു. അയാൾ 600 പിടിച്ചു നിൽക്കുന്നു, നമ്മൾ 250 അല്ലാതെ നമ്മളൊന്നും ഇല്ല. പിന്നെ അവസാനം അയാൾ താന്നു വരുന്നു, 350 പറയുന്നു, 300 പറയുന്നു, ഒരു രക്ഷയില്ല, 250 ആണെ മതി. സോ ദാറ്റ് ഈസ് ബാർഗൈനിങ് ഓറിയന്റേഷൻ. വൺ പാർട്ടി വിൻസ് ആൻഡ് ദ അതർ പാർട്ടി ഈസ് ഡിബീറ്റഡ്. അയാൾക്ക് ലാഭം കിട്ടിയിരിക്കാം, ലാഭം ഇല്ലെങ്കിൽ അയാൾ തരികയില്ല, പക്ഷെ എങ്കിൽ പോലും അയാളുടെ ആ ഇത് സാധ്യമാകുന്നില്ല, നമ്മുടെ ഒരാളുടെ മാത്രമേ ഉള്ളൂ. അപ്പൊ അതാണ് ബാർഗൈനിങ് ഓറിയന്റേഷൻ. രണ്ടാമത്തെ ലൂസ് ഓറിയന്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പാർട്ടീസ് ഡാമേജ് ഈച്ച് അതർ. നെഗോസിയേഷൻ നടക്കും, പക്ഷെ ബോത്ത് ഫീൽസ് ലൈക്ക് ലൂസർ. രണ്ടു കൂട്ടരുടെയും കാര്യങ്ങൾ വിജയിക്കുന്നില്ല. അപ്പൊ എന്ത് സംഭവിക്കും? വെൻ വൺ ഫീൽസ് ദി അതർ വൺ ബ്ലോക്സ്, then he starts harming the other. For example, ഒരു സ്റ്റാഫ്, ഒരു കമ്പനിയിലെ ഒരു സ്റ്റാഫ് ലീവിന് വേണ്ടി അപേക്ഷിക്കുന്നു, ലീവ് തരാൻ നിവൃത്തിയില്ല എന്ന് പറയുന്നു, അത് സുപ്പീരിയർ പറയുന്നു. അപ്പൊ ഫോഴ്സ് ചെയ്യുന്നു, ലീവ് എനിക്ക് അത്യാവശ്യമാണ്, എനിക്ക് നാളത്തെ എന്നൊക്കെ പറഞ്ഞാലും ലീവ് കൊടുക്കുന്നില്ല. അവസാനം വരെ രണ്ടു കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും വാഗ്വാദം പറയുന്നു, മോശം വാക്കുകൾ ഉപയോഗിക്കുന്നു, പിരിഞ്ഞു പോകുന്നു. അപ്പൊ വൺ പേഴ്സൺ ഈസ് hurted and he feels a hurt feeling and then he starts harming the other. അപ്പൊ ലീവ് ഡിനൈ ചെയ്തു. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? ഡിസ്ഫിഗർ ദ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് മോശമായിട്ട് സംസാരിക്കുന്നു, അല്ലെങ്കിൽ അവിടുത്തെ ഏതെങ്കിലും സാമഗ്രികൾക്ക് കേടുപാട് വരുത്തുന്നു. ഇതെല്ലാമാണ്. അതാണ് നമ്മൾ പറയുന്നത് എന്താണ്? ലൂസ് ഓറിയന്റേഷൻ ഇൻ നെഗോസിയേഷൻ എന്ന് പറയുന്നത്. ദെൻ ദ അതർ വൺ ഈസ് കോംപ്രമൈസ് ആണ്. എന്ന് പറഞ്ഞാൽ എന്താണ്? വെൻ വൺ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു കൺട്രോൾ ദി അതർ, ബോത്ത് അവോയ്ഡ് അൺനെസറി ഫൈറ്റ്. രണ്ടു കൂട്ടരും ഫൈറ്റ് അവോയ്ഡ് ചെയ്തിട്ട് ഒരു കോംപ്രമൈസിലേക്ക് വരുന്നതാണ് ഇത് മൂന്നാമത്തെ ടൈപ്പ് ഓഫ് നെഗോസിയേഷൻ. ദ ലാസ്റ്റ് ടൈപ്പ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് വൺ ഈസ് ആൻഡ് ദ ബെസ്റ്റ് ടൈപ്പ് ഓഫ് നെഗോസിയേഷൻ, ദാറ്റ് ഈസ് വിൻ ഓറിയന്റേഷൻ. രണ്ടു കൂട്ടരും ജയിക്കുക. സോ ദിസ് ഈസ് എ സുപ്പീരിയർ അപ്രോച്ച്. ദ കോൺഫ്ലിക്റ്റിംഗ് ആൻഡ് കോമ്പീറ്റിംഗ് സ്റ്റാൻഡ്സ് ആർ അവോയ്ഡഡ്. സോ മാക്സിമൈസ് ദ മ്യൂച്വൽ ബെനിഫിറ്റ് ഓഫ് ദ ബോത്ത് പാർട്ടീസ്. അപ്പൊ അത് രണ്ടു കൂട്ടരുടെയും ബെനിഫിറ്റ്സ് മാക്സിമൈസ് ചെയ്യുന്ന ഒരു സൊല്യൂഷനിലേക്ക് എത്തുന്നതാണ്. അതാണ് വിൻ ഓറിയന്റേഷൻ. അപ്പൊ നെഗോസിയേഷനെ സംബന്ധിച്ച്, സോ വൈൽ യു ആർ indulging in negotiation, you have to accept the other person and then our points also should be accepted by the other person. So there ആ ഒരു മ്യൂച്വൽ എഗ്രിമെന്റിലേക്ക് വരുന്നിടം വരെ. അപ്പൊ അങ്ങനെ അതാണ് ഐഡിയൽ ആയിട്ടുള്ള ഒരു നെഗോസിയേഷൻ എന്ന് പറയുന്നത്. സോ ഇനി നെക്സ്റ്റ് വൺ ഈസ് അതർ ഒബ്ജക്റ്റീവ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഈസ് എഡ്യൂക്കേഷൻ. Education, there is this is teaching the people. അതാണ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ. അപ്പൊ കമ്പനീസിൽ സാധാരണ രീതിയിൽ ട്രെയിൻ ചെയ്യുന്നു, എംപ്ലോയീസിനെ ട്രെയിൻ ചെയ്യാൻ വേണ്ടി ഒക്കെ കമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കുന്നു. അപ്പൊ വൺ ഓഫ് ദ മെയിൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഈസ് ടീച്ചിങ് ദ പീപ്പിൾ, എഡ്യൂക്കേറ്റിംഗ് ദ പീപ്പിൾ. അത് അല്ലെങ്കിൽ തന്നെ കമ്പനികൾ തന്നെ, അല്ലെങ്കിൽ ഇപ്പൊ ഉദാഹരണത്തിന് ദ ഗവൺമെന്റ് ഈസ് ടീച്ചിങ് എസ് ത്രൂ എങ്ങനെയാണ്. ഇപ്പൊ ഉദാഹരണത്തിന് കോവിഡിന്റെ സമയത്ത് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ they are using different tools and different methodologies and everything, and then the government is educating, the health activists are educating us. അപ്പോൾ കമ്മ്യൂണിക്കേഷന്റെ ഒരു മെത്തേഡ്, ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എഡ്യൂക്കേറ്റ് ചെയ്യാൻ വേണ്ടി കമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കുന്നു. ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് പെർസുവേഷൻ. പെർസുവേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ആക്ട് ഓഫ് ഇൻഫ്ലുവൻസിങ് അതർ പീപ്പിൾ ടു വോളണ്ടറിലി ചേഞ്ച് ദെയർ ആറ്റിറ്റ്യൂഡ്, ഫീലിംഗ്സ് ആൻഡ് ബിലീഫ്. അതാണ് പെർസുവേഷൻ. മറ്റുള്ളതിൽ നിന്ന് നെഗോസിയേഷൻ മറ്റെല്ലാത്തിൽ നിന്നും പെർസുവേഷൻ ഡിഫറെന്റ് ആകുന്നത്. സോ ദിസ് ഈസ് ദ ആക്ട് ഓഫ് ഇൻഫ്ലുവൻസിങ് ദ അതർ പീപ്പിൾ ആൻഡ് ദ അതർ പേഴ്സൺ ഈസ് വോളണ്ടറിലി ബൈ ഹിസ് ഓൺ ഫീലിംഗ് ഹി ഈസ് ചേഞ്ചിങ് ഹിസ് ആറ്റിറ്റ്യൂഡ്. അതാണ് ഈ പെർസുവേഷൻ എന്ന് പറയുന്നത്. അപ്പൊ കമ്മ്യൂണിക്കേഷന്റെ വേറൊരു ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ പെർസുവേഷൻ ആണ്. അപ്പോ ഇത് ഓർഡറിൽ നിന്നും വാണിംഗിൽ നിന്നും എല്ലാം വ്യത്യാസമാണ്. ഓക്കെ. സോ അതാണ് പിന്നെ പെർസുവേഷൻ. ഫോർ എക്സാമ്പിൾ, ലൈക്ക് വൺ പേഴ്സൺ ഈസ് സെയിൽസ് എക്സിക്യൂട്ടീവ് ഈസ് അപ്രോച്ചിങ് യു, സോ he or she is wishing to sell you a ഇൻഷുറൻസ് പ്രൊഡക്റ്റ്. അപ്പൊ ആദ്യം നമ്മളോട് അത് സംസാരിച്ചു തുടങ്ങുന്നു, നമുക്ക് താല്പര്യമില്ല, പക്ഷെ അതിന്റെ പല ഗുണങ്ങളും നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു.
എന്തുമാത്രം പ്രാധാന്യമാണ് ഒരു ഇൻഷുറൻസ് എടുക്കുന്ന, ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്ന എന്തുമാത്രം പ്രാധാന്യമാണെന്ന് അവർ പറയുന്നു. ആദ്യമൊക്കെ നമ്മൾ ഹെസിറ്റേറ്റ് ചെയ്യുന്നു, അവസാനം നമുക്കിത് പൂർണ്ണമായിട്ട് ബോധ്യമാവുന്നു. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഐ ആം വോളണ്ടറിലി ചേഞ്ചിങ് my attitude and earlier feelings, and then I accept the other person's advice or accept the other person's opinion. Adiyana persuasion ennu parayunnu. So act of influencing the other person, you voluntarily change. Appo adana ee persuasion de pratyekada ennu parayunnathu. Okay, appo ഇത്രയും കാര്യങ്ങളാണ്. ദീസ് ആർ ദ മെയിൻ. ഇനി പെർസുവേഷന് പല സ്റ്റെപ്സ് ഉണ്ട്, അത് നമുക്ക് പെട്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. പെർസുവേഷന് മുമ്പ് യു ഹാവ് ടു അനലൈസ് ദ സിറ്റുവേഷൻ ഓഫ് ദ കൺസേൺഡ് പേഴ്സൺ. അപ്പോൾ ഇയാളുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് നമ്മളത് മനസ്സിലാക്കണം. ദെൻ പ്രിപ്പയർ ദ റിസീവർ ടു ബി ഓപ്പൺ മൈൻഡഡ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഒരു സാധനം കൊടുക്കാൻ പോകുന്നു അല്ലെങ്കിൽ ഇത് ചെയ്യുമ്പോൾ ആദ്യം തന്നെ ഓപ്പൺ മൈൻഡഡ് ആകാൻ വേണ്ടി യു ക്യാൻ സ്പീക്ക് അബൌട്ട് ദി ക്ലൈമറ്റ് ചേഞ്ച് ഓർ സംതിങ് ലൈക്ക് അബൌട്ട് കോവിഡ്. And then a rapport is built between the two persons, and പിന്നെ പതുക്കെ നമ്മൾ ഇത് അവതരിപ്പിക്കുക. മൂന്നാമത്തെ യൂസ് ഓഫ് അപ്പീലിംഗ് ആർഗ്യുമെന്റ്സ്. നമുക്കൊരു ആർഗ്യുമെന്റ് ഉണ്ടാകണം, നമുക്ക് പറയണം എന്തുകൊണ്ട് ഈ കാര്യം നമ്മൾ ചെയ്യണം എന്നുള്ള അതിന് ആർഗ്യുമെന്റ് കൊടുക്കണം. നാലാമത്തത് വി ഹാവ് ടു ബി ഫ്ലെക്സിബിൾ. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് പല അഭിപ്രായങ്ങൾ, വിരുദ്ധ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു തന്നിരിക്കും. ആ അഭിപ്രായങ്ങളെ എല്ലാം നമുക്ക് അഭിപ്രായങ്ങളെ നമ്മൾ സ്വീകരിക്കുകയും അതിന് തിരിച്ച് നമുക്ക് റീസണബിൾ ആയിട്ടുള്ള മറുപടി കൊടുക്കാനായിട്ടും സാധിക്കണം. അങ്ങനെയാണ് നമ്മൾ പിന്നെ അവിടെ വേറൊരു കാര്യമുണ്ട്, ഡു നോട്ട് ബി ഇമോഷണൽ. എന്തെങ്കിലും എതിരായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ പോലും നമ്മൾ ഇമോഷണൽ ആയിട്ട് പ്രതികരിക്കാതിരിക്കുക. ഈ കാര്യങ്ങളെല്ലാമാണ് പെർസുവേഷന്റെ പ്രധാനപ്പെട്ട കാര്യം. പെർസുവേഷൻ ഇൻവോൾവ്സ് ഡിഫറെന്റ് സ്റ്റെപ്സ്, എസ്പെഷ്യലി while somebody is going to sell some products. Then basically 5 steps are there. So it starts with analyzing the situation of the other person. Okay, അപ്പൊ ഇതെല്ലാമാണ് നമ്മുടെ പെർസുവേഷനിലുള്ളത്. അങ്ങനെ 9 ഒബ്ജക്റ്റീവ്സ് ആണ് കമ്മ്യൂണിക്കേഷൻ ഉള്ളത്. 9 ഒബ്ജക്റ്റീവ്സ്. So now it is picturized, you can see. So education is a purpose of objective of communication. Negotiation is an objective, and persuasion is also an objective. Okay, if anybody has any doubt, you can ask now. Father, ആ സ്റ്റെപ്സ് ഒന്നും കൂടെ ഒന്ന് പറയാമോ? ലാസ്റ്റ് ഏതിന്റെയാണ്? പെർസുവേഷന്റെ ആദ്യത്തേത് അനലൈസ് ദ സിറ്റുവേഷൻ, സെക്കൻഡ് റിപ്പയർ ദ മൈൻഡ് ടു ബി ഓപ്പൺ മൈൻഡഡ്, തേർഡ് അപ്പീലിംഗ് ആർഗ്യുമെന്റ്, ഫോർത്ത് ഫ്ലെക്സിബിൾ. ഒരെണ്ണം കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? Okay. So last one is don't be emotional. Okay.